എനിക്കൊന്നും അറിയില്ല, ഇതെങ്ങനെ ഇടണ്ടേന്നോ എന്താ മേടിക്കണ്ടേന്നോ അറിയില്ല. താഴെ ഫ്ലാറ്റിലെ ചേട്ടനോട് പോയിട്ട് പറഞ്ഞു എനിക്ക് പൊങ്കാല ഇടണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു ഞാൻ സ്ഥലം പിടിച്ചു തരാം, മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ചേട്ടനാണ് എനിക്ക് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നത്. പത്മമാറിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു തന്നു. അവരെനിക്കൊരു സ്ഥലവും പിടിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ കുറേ ചേച്ചിമാർ, ഞാൻ ഒറ്റയ്ക്ക്, എനിക്കിത് എപ്പോൾ വെള്ളം വെക്കണം എന്നറിയില്ല, ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർ ചേച്ചിമാർ എനിക്കെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചിമാരുടെ കൂടെ ഒറ്റയ്ക്ക് പോയിരുന്ന്. പക്ഷേ അന്ന് എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും സന്തോഷവും സുഖവും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര എന്നെ ഈ ആറ്റുകാലം എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. അത്ര ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കിയത്. എനിക്കറിയില്ല, ഭയങ്കര ഒരു നിറവായിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് ഇനി ഞാൻ എല്ലാ വർഷവും ഇടും, ഞാൻ മുടക്കൂലെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം കുറേ ക്രൗഡിൽ നിന്ന് അവിടെ ഇങ്ങനെ ഞാനപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറയണമെന്നുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സ്പേസിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോക്കോ, നമ്മളെ ശല്യം ചെയ്യാൻ വരരുത്, നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുകയല്ലേ, നമ്മൾ നൊയമ്പെടുത്ത് അതിന് അത്രയും ഡിവൈനായിട്ട് കണ്ടിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ആ ഒരു മണിക്കൂർ നമുക്കായിട്ട് തരണം. അന്നേരം ചോദ്യം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ അഹങ്കാരിനെ കണ്ടോ അങ്ങനെ കണ്ടോ. ഞാൻ എന്നിട്ട് കുറേ പേരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു